ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ 15/5/2022 10th ലെവൽ പ്രിലിമിനറി എക്സാമിന് ചോദിച്ച കണക്കിലെ 10 ചോദ്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ 2 ചോദ്യങ്ങൾ തെറ്റായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ഒരു ചോദ്യം ഈ ഒരു 10 എണ്ണത്തിലുമുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് റിപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. 5 ദിവസത്തിനുള്ളിൽ അത് റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. അത് ഏത് ചോദ്യമാണെന്ന് നമുക്ക് തുടർന്ന് ഈ വീഡിയോയിൽ കാണാം. നമുക്ക് ചോദ്യങ്ങൾ വേഗത്തിൽ ഒന്ന് ചെയ്യാം. ആദ്യ ചോദ്യം, ഒരു ക്ലോക്കിലെ സമയം 3:15 ആണെങ്കിൽ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോണളവ്. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം കണ്ടു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് തന്നിട്ടുള്ള സമയം അതുപോലെ എഴുതുക, 3:15. ഇനി ചെയ്യേണ്ടത് മണിക്കൂറിനെ അതുപോലെ എഴുതിയിട്ട് മിനിറ്റിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 5 കൊണ്ട് ചെയ്യുമ്പോൾ 3. ഇനി ഇവ തമ്മിലുള്ള വ്യത്യാസം എടുക്കുക, 0. 3 - 3 0. അപ്പോൾ നമുക്കിവിടെ കിട്ടിയത് 0. അതേ ഇൻറ്റു 30 ചെയ്യുക. അതും കിട്ടുമ്പോൾ നമുക്ക് 0 ആണ് കിട്ടുന്നത്. അപ്പോൾ ഇനി ഇവിടെ ചെയ്യേണ്ടത് നമ്മുടെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും തുല്യമാണ്. ആയതിനാൽ ഈ 0 + ഇവിടെ കിട്ടിയ 0 + ഇതിൻ്റെ മിനിറ്റിൻ്റെ പകുതി 7.5 കൂട്ടുക. 0 + 7.5 അത് നമുക്ക് കൂട്ടുമ്പോൾ 7.5 തന്നെയാണ് കിട്ടുക. അപ്പോൾ 7.5 ഡിഗ്രി. അപ്പോൾ ഇവിടെ ഗുണിക്കാനൊക്കെ പറഞ്ഞത്, ഇപ്പോൾ സപ്പോസ് ഇവിടെ ഇവ തമ്മിലുള്ള ഇവിടെ 3:20 ആണെങ്കിൽ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 കിട്ടുന്നത്. അപ്പോൾ 4 വ്യത്യാസം 1 വരുന്നുണ്ട്. 1/30. അപ്പോൾ അവിടെ ഒരു സംഖ്യ വരുന്നു. ഇവിടെ 0 ആയതുകൊണ്ടാണ് നമ്മൾ കൂടുതലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ മിനിറ്റിൻ്റെ പകുതി എടുത്താൽ മതിയാകും. അപ്പോൾ 0 വരുന്ന കേസിൽ മിനിറ്റിൻ്റെ പകുതി എടുത്താൽ മതിയാകും എന്ന് എളുപ്പ രീതിയിൽ ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, ഒരു കലണ്ടറിലെ ഒരു തീയതിയും തൊട്ടടുത്ത തീയതിയും, അപ്പോൾ ആദ്യ തീയതി X എടുത്തു, തൊട്ടടുത്ത തീയതി എന്ത് വരും? ഈ X + 1 തന്നെയായിരിക്കും വരിക. തീയതിയും ഇതേ തീയതികളുടെ 2 ആഴ്ചയ്ക്ക് ശേഷമുള്ള, അപ്പോൾ നമ്മൾ കലണ്ടറിൽ നോക്കിയാൽ മതി. ഒരു തീയതി തിങ്കളാഴ്ച 1 ആണെങ്കിൽ അടുത്ത തിങ്കൾ എന്നായിരിക്കും? 8-ാം തീയതി ആയിരിക്കും. കാരണം ഇത് +7 7 ഡേയ്സ് കൂട്ടുമ്പോൾ അടുത്ത വീക്കിൽ എത്തും. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇതേ തീയതികളുടെ 2 ആഴ്ചയ്ക്ക് ശേഷം. അപ്പോൾ X കഴിഞ്ഞിട്ട് 2 ആഴ്ചയ്ക്ക് ശേഷം ഒരു 14 ദിവസം ഗ്യാപ്പ് വരുന്നുണ്ട്. അപ്പോൾ +X + 14. അത് കഴിഞ്ഞ് തീയതി 2 ആഴ്ചയ്ക്ക് ശേഷമുള്ള തീയതികളുടെയും, അപ്പോൾ വീണ്ടും ഉണ്ട് X + 14 X + 15. അപ്പോൾ ഇവരുടെ തുക 62 ആണെങ്കിൽ ഇതിലെ ആദ്യ ദിനം ഈ മാസത്തിലെ എത്ര ദിവസമാണ്? അതായത് എക്സിൻ്റെ വിലയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒന്ന് എടുക്കാൻ അറിഞ്ഞിരുന്നാൽ മതി. ഇനി ജസ്റ്റ് ഒന്ന് കൂട്ടിയാൽ മതി. അതായത് X മൊത്തം 4X ഉണ്ട്. 4X + 30, 14 15 29 1 30. 4X + 30 = എത്രയാണ്? 62 62. അങ്ങനെയെങ്കിൽ 4X എന്തായിരിക്കും? 4X എന്ന് പറയുന്നത് 62 - 30 32 ആയിരിക്കും. അങ്ങനെയെങ്കിൽ X എത്രയായിരിക്കും? 8. ഇപ്പോൾ ഇവിടെ ആദ്യത്തെ ഡേറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. അതായത് എക്സിൻ്റെ വാല്യൂയാണ് കിട്ടിയത്. X തന്നെയാണ് ആദ്യത്തെ ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ X = എത്ര വരും? 8. ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, ഭിന്നസംഖ്യകളുടെ തുക കാണാനാണ്. അപ്പോൾ നമുക്കിവിടെ ഒരെണ്ണം ഭിന്നസംഖ്യയിലല്ല, അത് കൺഫ്യൂഷൻ വരും. അപ്പോൾ അതിനെ 1/1 എന്നെടുക്കുക. ഈ 1നെ 1/1 എന്നെടുക്കുന്നത് തുല്യമാണ്. അപ്പോൾ എല്ലാം ഒരു ഭിന്നസംഖ്യ രൂപത്തിലായി. ഇനി നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതിൽ ലാസ്റ്റ് കൊടുത്തിരിക്കുന്നത് 32 ആയിരിക്കും ഇതിൻ്റെ LCM എന്ന് പറയുന്നത്. അപ്പോൾ LCM എത്രയാണ്? 32. ഇനി 32 ഒരു പ്രാവശ്യം അതേ ഇൻറ്റു 1 1. 32 16 2 പ്രാവശ്യം ആ 2 ഇൻറ്റു 1 2 പ്ലസ് 32 8 4 പ്രാവശ്യം 4 ഇൻറ്റു 1 4 പ്ലസ് 32 2 36 പ്രാവശ്യം 36 ഇൻറ്റു 1. 32 2 16 പ്രാവശ്യം, അപ്പോൾ 16 ഇൻറ്റു 1 16 പ്ലസ് 32 1 32 പ്രാവശ്യം ആ പ്ലസ് 32. ഇനി ഇതൊന്ന് കൂട്ടി ഒന്ന് ഡിവൈഡ് ചെയ്ത് എടുത്താൽ മതി. സിമ്പിളാണ്. അപ്പോൾ ഇത് നമുക്ക് കൂട്ടുമ്പോൾ 63 എന്ന് കിട്ടും. 63/32 എന്നാണ് ആൻസർ വരിക. അങ്ങനെയെങ്കിൽ ആൻസർ വരിക ഏതാണ്? ഓപ്ഷൻ സി. അടുത്ത ചോദ്യം,
6/21 1 സ്ഥാനത്തെ അക്കം. ഇവിടെ എന്താണ് ചെയ്യേണ്ടത്? 6 പവർ 1 എന്ന് പറയുന്നത് 6 6 സ്ക്വയർ 36 6 ക്യൂബ് ഇത് വന്നാലും 36 × 6 വീണ്ടും ഒരു 6 ടേം. അതായത് ഒറ്റയുടെ സ്ഥാനത്തെല്ലാം ഇവിടെ എന്താണ് വരുന്നത്? 6 വരുന്നത്. അപ്പോൾ 1 സ്ഥാനത്തെയൊക്കെ എപ്പോഴും 6 ആയിരിക്കും. അടുത്ത ചോദ്യം, ഒരു മട്ടത്രികോണത്തിന്റെ ലംബവശങ്ങളുടെ നീളങ്ങൾ യഥാക്രമം 10 സെന്റിമീറ്ററും 8 സെന്റിമീറ്ററും ആണ്. ഈ വശങ്ങളുടെ നീളങ്ങൾ യഥാക്രമം 20ഉം 25ഉം വർദ്ധിപ്പിച്ചാൽ പരപ്പളവിന്റെ വർധനവ്. അപ്പോൾ നമ്മളൊരു ബേസിക്കായിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്, ആ രീതിയിലും ചെയ്യാം. അതായത് 2 ടേംസ് ഇങ്ങനെ പെർസെൻറ്റേജിൽ വർദ്ധിക്കുകയാണെങ്കിൽ അതിൻ്റെ മൊത്തം വർധനവ് കാണാൻ ഇക്വേഷൻ ഇതാണ്: x + y + xy/100. ഇതൊന്ന് ക്രിയേറ്റ് ചെയ്തെടുത്താലും മതി. എക്സിൻ്റെ വാല്യൂ എന്താണ്? 20, y 25. അപ്പോൾ x 20 + 25 + 20 × 25/100. അപ്പോൾ അത് നമുക്ക് ചെയ്യുമ്പോൾ ആൻസറായി വരിക ഓപ്ഷൻ ഡി ആണ് വരിക. 50 ആൻസർ കിട്ടുക. അല്ല എങ്കിൽ ഈ ഇക്വേഷൻ അറിയില്ല എങ്കിൽ മറ്റൊരു രീതി എന്ന് പറയുന്നത്, നമുക്ക് ട്രയാങ്കിളിൻ്റെ ഇക്വേഷൻ അറിയാം. എന്താണ്? ഹാഫ് BH. അപ്പോൾ ആദ്യത്തെ 10 ആദ്യം എത്രയായിരുന്നു? 10ഉം 8ഉം ഹാഫ് BH. അപ്പോൾ ഒന്നാമത്തേത് ഹാഫ് 10 × 8 എത്രയാണ്? 5 40 എന്ന് കിട്ടി. ഇനി പറഞ്ഞിട്ടുണ്ട് ഈ വശങ്ങളുടെ നീളങ്ങൾ 10 എന്നത് 20% വർദ്ധിപ്പിച്ചു. അപ്പോൾ ഇപ്പോൾ എത്ര സെൻറ്റിമീറ്ററായി? 12. 8 സെൻറ്റിമീറ്ററിൻ്റെ 25% വർദ്ധിപ്പിച്ചു. അതായത് 8ൻ്റെ കൂടെ വീണ്ടും 2 കൂടി കൂട്ടി 10. അപ്പോൾ ഇത് ഹാഫ് BH ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ഇതിൻ്റെ ഹാഫ് BH ചെയ്യുമ്പോൾ 6 × 10 60 എന്ന് കിട്ടും. 60. നേരത്തെ ഉള്ളത് 40, ഇപ്പോൾ ഉള്ള 60. അതായത് 40 എന്ന് പറയുന്നത് 100% എങ്കിൽ 60 എന്നത് ഏത്? x എന്ന് എടുക്കുക. ഇനി ക്രോസ് ആയിട്ട് ഗുണിച്ചാൽ മതി. 60 × 100/40. അപ്പോൾ നമുക്ക് 3 × 50 150. 100-നേക്കാളും കൂടുതലാണ്, 50 അപ്പോൾ 50 കൂടുതൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ആൻസർ വരിക ഓപ്ഷൻ ഡി 50 എന്ന് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, 20നും 100നും ഇടയിലുള്ള മുഴുവൻ ഒറ്റസംഖ്യകളുടെ തുക എങ്ങനെയാണ് കാണുക? 20 കഴിഞ്ഞുള്ള അടുത്ത ഒറ്റസംഖ്യ ഏതാ? 21. 100ന് മുൻപ് അവസാന ഒറ്റസംഖ്യ 99. അപ്പോൾ ഇതിനിടയ്ക്ക് എത്ര ഒറ്റസംഖ്യകൾ ഉണ്ടെന്ന് അറിയുന്നു. അത് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? അത് കാണാൻ നമ്മൾ ബേസിക്കായിട്ട് ഉപയോഗിക്കുക അവസാന പദം മൈനസ് 99 മൈനസ് ആദ്യ പദം 8 7 ബൈ പൊതുവ്യത്യാസം. ഒറ്റസംഖ്യയുടെ പൊതുവ്യത്യാസം 2 ആണ്. 2. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? +1. ഇതാണ് അതിൻ്റെ ഇക്വേഷൻ. പദങ്ങളുടെ എണ്ണം അവസാന പദം മൈനസ് ആദ്യ പദം ബൈ പൊതുവ്യത്യാസം +1. 78നെ നമുക്ക് 3 39 +1 40. അപ്പോൾ പദങ്ങളുടെ എണ്ണം 40. ഇനി തുക, പദങ്ങളുടെ തുക കിട്ടി. ഇനി നമുക്ക് തുക കാണണം. എണ്ണം കിട്ടി, എത്ര എണ്ണം ഉണ്ടെന്ന് കിട്ടി? 40. ഇനി തുക കാണാൻ എന്ത് ചെയ്യണം? n/2 × 40/2 ആദ്യ പദം എത്രയാണ്? ആദ്യ പദം 21 പ്ലസ് അവസാന പദം 99. അപ്പോൾ ഇവിടെ വെച്ച് ചെയ്യാം. 20 × 120. അപ്പോൾ 2 × 12 24. 24ഉം 2 0 2400 ആൻസർ വരിക. ഓപ്ഷൻ ബി ആണ് ആൻസറായി വരിക. അടുത്ത ചോദ്യം, ഒരു പുസ്തകത്തിനും പേനയ്ക്കും കൂടി 26 രൂപയാണ് വില. അപ്പോൾ എന്താണ്? ഒരു പുസ്തകത്തിനും ഒരു പേനയ്ക്കും കൂടി 26 രൂപ. നമ്മളുടെ പുസ്തകത്തിന് ടെക്സ്റ്റ് എന്ന് എടുക്കുന്നു ടി പ്ലസ് പേനയ്ക്ക് പെൻ പി ഈക്വൽ ടു എത്രയാണ്? 26. പേനയുടെ വില പുസ്തകത്തിനേക്കാൾ 10 രൂപ കുറവാണ്. അതായത് പി ഈക്വൽ ടു ടി - 10.
അപ്പോൾ 5 പുസ്തകവും 6 പേനയും വാങ്ങുന്ന ഒരാൾ എത്ര രൂപയാണ് നൽകേണ്ടത്? അപ്പോൾ നമുക്ക് ഈ പിയുടെ വാല്യൂ നമ്മൾ ഇക്വേഷൻ 1 കൊടുക്കുന്നു. അപ്പോൾ ടി പ്ലസ് ടി മൈനസ് 10 ഈസ് ഈക്വൽ ടു എത്രയാണ്? 26. അപ്പോൾ 2t ഈക്വൽ ടു 36, ടി ഈസ് ഈക്വൽ ടു 18. അതായത് ഒരു ടെക്സ്റ്റിൻ്റെ വില 18 രൂപ. അങ്ങനെയെങ്കിൽ പേനയുടെ വില എത്രയായിരിക്കും? 8 രൂപയായിരിക്കും. ഇവിടെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഒരു ടെക്സ്റ്റിൻ്റെ വില 18, ഒരു പേനയുടെ വില 8 രൂപ. അങ്ങനെയെങ്കിൽ ഇനി അനായാസം ചെയ്യാമല്ലോ. 5 പുസ്തകവും 6 പേനയും അതിന് ഗുണിച്ച് ഒന്ന് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് 138 ആൻസർ കിട്ടുക. ഓപ്ഷൻ സി ആണ് ആൻസറായി വരിക. അടുത്ത ചോദ്യം 0.49 ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാലാണ് 0.49 കിട്ടുക എന്നതാണ് ചോദ്യം. അപ്പോൾ ഇതാണ് PSC തെറ്റായി കൊടുത്ത് കണ്ടത്. PSC കൊടുത്തത് ഓപ്ഷൻ എ ആണ് ആൻസറായി കൊടുത്തത്. PSC കൊടുത്ത ആൻസർ ഏതാണ്? ഓപ്ഷൻ എ. പക്ഷേ നമുക്കിവിടെ 0.49 ഇതിന് ഏത് സംഖ്യ കൊണ്ട് ഗുണിക്കുമ്പോൾ 0.49. പക്ഷേ റൈറ്റ് ആൻസർ ഡി ആണ്. കാരണം 0.49 ഇതിനെ 0.49 -5 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് 49 കിട്ടുക. കാരണം ഈ ഗുണിക്കുന്നതിന് ഈ മൈനസ് മാറ്റാൻ വേണ്ടി അതിനെ എന്ത് ചെയ്താൽ തൊട്ട് താഴെ കൊണ്ടുവന്നാൽ മതി. അപ്പോൾ 0.49 ഡിവൈഡ് ചെയ്താലും മതി 5. അപ്പോൾ മേളിൽ 0.49 6 പ്രാവശ്യവും താഴെ 5 പ്രാവശ്യമാണുള്ളത്. അപ്പോൾ ഒരു പ്രാവശ്യം മേളിൽ മിച്ചമുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ആൻസർ. അപ്പോൾ ഇത് ഒന്ന് നോട്ട് ചെയ്ത് PSCയിൽ റിപ്പോർട്ട് ചെയ്യുക. അടുത്തും ക്രിയ ചെയ്യാനാണ്. ഇതും വളരെ സിമ്പിളാണ്. സിമ്പിൾ രീതിയിൽ ചെയ്തെടുക്കാവുന്നതാണ്. അതായത് 2 ക്യൂബ് അതുപോലെ എഴുതി, 4 ക്യൂബ് അതുപോലെ എഴുതി, 6 × 10 6 2 × 5 10 6 10 ബൈ 36 നമുക്ക് 6ൻ്റെ സ്ക്വയർ ആയിട്ട് എഴുതാം. 6 സ്ക്വയർ പിന്നെ ഒരു 4 ഉണ്ടല്ലോ. അപ്പോൾ സ്ക്വയർ 2 × 4 8 ഇൻറ്റു 16നെ 4ൻ്റെ സ്ക്വയർ ആയിട്ട് എഴുതാം. അപ്പോൾ അവിടെ ഒരു 4ൻ്റെ സ്ക്വയർ റൈസ് ടു 3 ആണ്. അപ്പോൾ വീണ്ടും 2 3 6. അപ്പോൾ ഇവിടെ 6 6 പോകുമ്പോൾ ബാക്കിയുള്ളത് 2, 4 3 പോകുമ്പോൾ ബാക്കിയുള്ളത് 4 ഇനി ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ നമുക്ക് ആൻസറായിട്ട് ലഭിക്കുക ഓപ്ഷൻ എ ആണ് 9/2. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് എടുത്താൽ മതി 9/2. അടുത്ത ചോദ്യം 45 km/മണിക്കൂർ വേഗതയിൽ ഓടുന്ന ഒരു വാഹനം 4 മിനിറ്റിൽ എത്ര ദൂരം സഞ്ചരിക്കും? എങ്ങനെ ചെയ്യും? ഇപ്പോൾ മണിക്കൂർ 60 മിനിറ്റാണ് ഒരു മണിക്കൂർ. അപ്പോൾ 60 മിനിറ്റിൽ 45. അങ്ങനെയെങ്കിൽ 4 മിനിറ്റിൽ എക്സ്. സിമ്പിൾ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്ന് എക്സിൻ്റെ വാല്യൂ കാണാൻ എന്ത് ചെയ്യും? 4 × 45/60 3 പ്രാവശ്യം 4 പ്രാവശ്യം 15 4 ബാക്കിയുള്ളത് 3. ഓപ്ഷൻ ബി. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ചോദ്യം തെറ്റായി PSC കൊടുത്തൊന്ന് റിപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ PSC തെറ്റായി കൊടുത്ത അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 98ാമത്തെ ചോദ്യമാണ്. ഇതിൽ കറക്റ്റ് ആൻസറായി വരിക ഓപ്ഷൻ ഡി ആണ്. പക്ഷേ PSC കൊടുത്തത് ഓപ്ഷൻ സി 63 ആണ്. അപ്പോൾ ഇത് നമുക്ക് തൊട്ടടുത്ത വീഡിയോയിൽ ചെയ്തു നോക്കാം. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.